തിടുക്കപ്പെട്ടു എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പാക്കാതെ ആണ് പരിഷ്കാരത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അതിലൊരു തിടുക്കം കാണുന്നുണ്ട് എന്നുള്ളതാണ്. പരിഷ്കാരം വേണ്ടത് തന്നെയാണ്, പരിഷ്കാരം നല്ലതാണ്. അത് നടപ്പാക്കുന്നത് കൃത്യമായി പ്രായോഗികമായി എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയോ, പശ്ചാത്തലം ഒരുങ്ങിയോ എന്നൊക്കെ പരിശോധിച്ചിട്ട് നടപ്പാക്കുമ്പോഴേ അത് പൂർണ്ണ രീതിയിൽ ഒരു പരിഷ്കാരമായി പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒരു കഠോര പരിഷ്കാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പല ഭാഗങ്ങളിലും ഈ പ്രതിഷേധം ഉണ്ടായപ്പോൾ മന്ത്രിയുടെ പ്രതികരണമായാലും അങ്ങനെ ഒരു രീതിയിലായിരുന്നു. അതായത് എന്തായാലും നടപ്പാക്കും, സർക്കുലർ പിൻവലിക്കാനൊന്നും പോകുന്നില്ല. നല്ലതാണ്, സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നല്ലതാണ്. അത് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഗ്രൗണ്ട് ടെസ്റ്റ് പരിഷ്കരണമാണ്. നമ്മളൊക്കെ ലൈസൻസ് എടുക്കുമ്പോൾ ആണ് എടുത്തത്, അത് ഒഴിവാക്കുന്നു. അതിന് പകരം സിക്സാക് ഡ്രൈവിംഗ്, നേരെ തിരിച്ച് പാർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ പൂർണ്ണമായും ഒരു വാഹനം ഓടിക്കുന്നതിന്, വാഹനം പാർക്ക് ചെയ്യുന്നതിന്, ഏത് സാഹചര്യത്തിലും വാഹനം ഓടിക്കുന്നതിന് ഒരാൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യമാകുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് ഈ ഒരു സർക്കുലറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ സാധാരണയുള്ള ടെസ്റ്റിൽ ഈ കയറ്റം ഇറക്കം അതെല്ലാം ഒന്നും എല്ലാ വണ്ടിയും കൊണ്ടും ഓടിപ്പിച്ച് നോക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴേക്കും ഒരാളുടെ കഴിഞ്ഞിട്ട് വേണം അടുത്തയാളുടെ ടേൺ. അപ്പോൾ ഒരു കാറിൽ തന്നെ 3-4 പേര് ഉണ്ടാകും. ഒരാളുടെ കഴിയുന്നു, എന്നിട്ട് അയാൾ ഇറങ്ങുന്നു, അടുത്തയാൾ കയറുന്നു, ഓടിക്കുന്നു. അങ്ങനെ ഒരേ സമയത്ത് അറ്റ് എ ടൈം തന്നെ ഇത്രയും പേർക്ക് ഒന്നിച്ച് ടെസ്റ്റ് നടത്തുകയാണ്. ഇതിൽ പക്ഷേ അത് നടക്കില്ല. കയറ്റവും ഇറക്കവും, റിവേഴ്സ് ടെസ്റ്റിംഗ് ഉണ്ട്, റിവേഴ്സ് സ്റ്റോപ്പ് ഉണ്ട്, ഫോർവേഡ് സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെ ഓരോന്നും ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന് വരുന്ന അയാൾ അതെല്ലാം ചെയ്ത് കാണിക്കേണ്ട സാഹചര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സംവിധാനങ്ങൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അതിൻ്റെ കാലപ്പഴക്കം, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിബന്ധന വരികയാണ്. അതോടൊപ്പം തന്നെ എനിക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നിയത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറയും സ്ഥാപിക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഡാറ്റ 3 മാസം സൂക്ഷിക്കണം. അതായത് പൂർണ്ണമായും ഒരു തരത്തിലുള്ള തിരിമറിയും നടക്കാത്ത ഒരു ടെസ്റ്റ്. അതായത് ചിലപ്പോഴൊക്കെ പണം കൊടുത്ത് ലൈസൻസ് തരപ്പെടുത്തി എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ നടത്തിയവരെന്ന് എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അറുതി ഇടാനായി ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങളിലൂടെ കഴിയും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഈ ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകരായി നിയമിക്കേണ്ടത് റെഗുലർ കോഴ്സായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായവരെയാണ്. നമ്മളെയൊക്കെ പഠിപ്പിച്ച എത്ര ആശാന്മാർ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായവരായിട്ട് ഉണ്ടാകും എന്നുള്ളത് അത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ഒരു പ്രായോഗിക വശം മനസ്സിലാകും. മാത്രമല്ല 7000-ലേറെ ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട് കേരളത്തിൽ മുഴുവനുള്ളൊരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിലായി ഒരു 1 ലക്ഷത്തോളം ആളുകൾ നേരിട്ട് തൊഴിൽ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും പേരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ അവരെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അതിലൊരു പഠനം നടന്നിട്ടില്ല ഈ സർക്കുലർ ഇറക്കുന്നതിന് മുൻപ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ പരിഷ്കാരം അത് ഒരു സൂപ്പർ ഫാസ്റ്റ് പരിഷ്കാരമായി പോയി. ആളുകളിലേക്ക് 2-ാം തീയതി മുതൽ ഇത് നടപ്പാകാൻ പോകുന്നു എന്ന് പറയുന്നു. വാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന റോഡിൽ റോഡ് ടെസ്റ്റ് നടത്തണമെന്ന് പറയുമ്പോൾ അതൊക്കെ എക്യുപ്ഡ് ആണോ എന്നുള്ളത് നോക്കുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ദിവസം 100 ലൈസൻസ്, അതായത് 100 പേരെ വരെ പാസ്സാക്കി വിടുന്ന ഡ്രൈവർമാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള 15 ഡ്രൈവർമാർക്ക് പരസ്യമായിട്ട് ഒരു ടെസ്റ്റ് നടത്തി നോക്കി. ഇൻസ്പെക്ടർമാർക്ക് ടെസ്റ്റ് നടത്തി നോക്കി. അപ്പോൾ എത്ര പേരെ ഇവർ ചെയ്യാൻ പറ്റും, എത്ര മിനിറ്റ് എടുക്കും എന്ന് വെച്ച് നോക്കി. അപ്പോൾ 6 മിനിറ്റിനുള്ളിൽ നടക്കണം, ഇത് തീരണം. അപ്പോൾ ഇവർക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ ആകെ ഒരു എടുക്കുമ്പോൾ തന്നെ 3 മിനിറ്റ് ആവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇത്രയും പേരെ ഒരു ദിവസം പാസ്സാക്കിയത് എന്നുള്ള ചോദ്യം നിൽക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കണ്ണടച്ച് വിടുന്നു, അല്ലെങ്കിൽ ഒരു കമ്പിയിലെ തട്ടിയുള്ളെങ്കിലും പാസ്സാക്കി വിടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്ന, പൂർണ്ണമായും ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ നിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നു എന്ന തരത്തിൽ ഈ പരിഷ്കാരം നല്ലതാണ്. പക്ഷേ അത് നടപ്പാക്കുന്നതിൽ കുറച്ചുകൂടി ആളുകളിലേക്ക്, അവരെ ഇതിലേക്ക് പൂർണ്ണമായും ബോധവൽക്കരണം നടത്തി വേണമായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വേണമായിരുന്നു. കാരണം ടെസ്റ്റിനുള്ള ഗ്രൗണ്ട് പോലും റെഡി ആയിട്ടില്ല. മാത്രമല്ല ഈ മാർക്കിംഗ്, അതുപോലെ തന്നെ ഈ കയറ്റിറക്കം ദുബായിലൊക്കെ കാണുന്നത് പോലെ ആ ഒരു എൻറ്റയർ ഗ്രൗണ്ടിൽ തന്നെ ഇതിനുള്ള ഫെസിലിറ്റീസ് ഉള്ള രീതിയിൽ അത് ഒരുക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ ആയിട്ടില്ല കേരളത്തിൽ എന്നുള്ളത്. നമുക്ക് പുതിയ ട്രാക്ക് ഒരുക്കുന്നതുവരെ ടെസ്റ്റ് തുടരും എന്നൊക്കെ പറയുമ്പോൾ ഡൈല്യൂഷനാണ്. അപ്പോൾ ഡൈല്യൂഷൻ അല്ല വേണ്ടത്, കൃത്യമായി സംവിധാനം ഒരുക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അപ്പോൾ പരിഷ്കാരത്തിൽ ഒരു തിടുക്കം കാണുന്നുണ്ട്. അത്രയും തിടുക്കം വേണ്ട, കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് Meet the editors.